അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു സംശയമുണ്ടായിരുന്നു. മരണം ആസന്നമായ രോഗിയുടെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ ഓതൽ സുന്നത്തുണ്ടല്ലോ, അതുപോലെ തന്നെ സൂറത്ത് റഅദ് ഓതലും സുന്നത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടും ഓതുന്നില്ല, ഒന്ന് മാത്രമേ ഓതുന്നുള്ളൂ എങ്കിൽ ഏത് സൂറത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഉസ്താദ്, അതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നാൽ നന്നായിരുന്നു. മരണം ആസന്നമായി കിടക്കുന്ന രോഗികൾ അവരുടെ അടുക്കൽ വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതലും അതുപോലെ തന്നെ സൂറത്ത് റഅദ് ഓതലൊക്കെ സുന്നത്തുണ്ട്. ചിലപ്പോൾ എല്ലാ സമയത്തും നമുക്ക് രണ്ട് സൂറത്തും ഒരുമിച്ച് കൂടി ഓതാൻ ചിലപ്പോൾ സമയം പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനത്തെ സന്ദർഭം വന്നുകൂടായില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സൂറത്തിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത്? സൂറത്തു യാസീനാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പം ഏതൊരു സൂറത്തിനേക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്? രണ്ടും ഓതാണെങ്കിൽ ഓക്കെ, അല്ല രണ്ടിനും ടൈമില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് മാത്രമേ ഓതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ ചെയ്യുക? അതിലേതിന് മുൻതൂക്കം കൊടുക്കണം എന്നതിനെ പറ്റിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെന്ത് പറഞ്ഞു എന്നാണ്. ഇപ്പം ഇങ്ങനെ ഈ രണ്ട് സൂറത്തും ഓതുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ത്? എന്തിനാണ്? ഇപ്പോൾ ഖുർആനിൽ എത്രയോ സൂറത്തുകളുണ്ട്. യാസീൻ സൂറത്ത് ഓതുക, അതുപോലെ തന്നെ റഅദ് സൂറത്ത് ഓതുക എന്നുള്ളത് നിർദ്ദേശം വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ടാകും, ഒരു കാരണം ഉണ്ടാകും. അതിൽ കാര്യമായിട്ട് അവിടെ ഈ പറയുന്ന സൂറത്ത് യാസീന് ഖിയാമത്ത് നാളിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബഹ്ത്ത്, ഖിയാമത്ത് നാള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സൂറത്ത് യാസീനോട് ഓതാൻ വേണ്ടി പറയുന്നത്. എന്നാൽ സൂറത്ത് റഅദ് ഓതാൻ വേണ്ടി പറയുന്നത് അതിനില്ല. ആ പറയുന്ന വ്യക്തിയുടെ റൂഹ് പോവാൻ പ്രയാസപ്പെടുമ്പം ചിലപ്പോൾ ഡോക്ടർമാർ വരെ കൈവിടിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അല്ലാഹു തആല അത്തരം പ്രയാസകരമാകുന്ന അവസ്ഥയെ തൊട്ട് നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ചിലപ്പോൾ റൂഹ് പോവാൻ സഹായകമാകും ഈ പറയുന്ന സൂറത്ത് റഅദ്. അതിനാണ് സൂറത്ത് റഅദ് ഓതാൻ വേണ്ടി പറയുന്നതും. അപ്പോൾ രണ്ട് സൂറത്തുകളും രണ്ട് റൂട്ടിലാണ് പോകുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ഒന്നിച്ചു ഓതാൻ കഴിയുന്നില്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട്, ആ രോഗിയുടെ അവസ്ഥ നോക്കിയിട്ട്, രോഗിക്ക് ഏതാണ് അതിൽ ആവശ്യകത നോക്കിയിട്ട് അതെടുത്ത് ഓതട്ടെ എന്നാണ് മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിന്റെ നിഹായ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ശബ്റാം മല്ലിസി റഹിമഹുല്ലാഹി ആശിത്തുൻ നിഹായിലൊക്കെ പറയുന്നത്. ആദ്യം ഈ രണ്ട് സൂറത്ത് ഓതുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് മഹാനായ ഇമാം റംലി റളിയല്ലാഹു എന്ന് പറയട്ടെ. അവിടുത്തെ നിഹായയുടെ 2-ാം വാള്യം ഇതിൻ്റെ 208-ാമത്തെ പേജിൽ ഉണ്ടോ, വഹിക്കുമത്തു ഖിറാഅത്തിഹ, അതായത് സൂറത്ത് യാസീൻ ഓതുന്നതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ രഹസ്യം തദ്കീറുഹു ബിമാ ഫീഹ മിൻ അഹ്വാലിൽ ബഹ്തി വൽ ഖിയാമത്തി. ഉണ്ടോ, ഈ രോഗിയെ എന്താണ് ഖിയാമത്ത് നാള് ബഹ്ത്ത് അതിനൊക്കെ ഓർമ്മപ്പെടുത്തുക, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓതുക എന്ന് പറഞ്ഞത്. എന്നാ ഈ പറയുന്ന സൂറത്തു റഅദോ ഇന്നഹ തുഹവ്വിനു തുലു അർ-റൂഹി, റൂഹ് പോകാൻ എളുപ്പമാകും, സഹായകമാകും. ആ അടിസ്ഥാനത്തിലാണ് സൂറത്തു റഅദ് ഓതാനും പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഇത് വിനാജറായിട്ട് തങ്ങൾ തൊഫയിലൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഏതായാലും ഇവിടെ ഏതെങ്കിലും രണ്ടിൽ ഒന്നേ ഓതുന്നുള്ളൂ, രണ്ടും കൂടെ ഓതുന്നില്ല എന്നാകുമ്പോൾ ഏതിന് മുൻതൂക്കം കൊടുക്കണം എന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ട് മഹാനായ ഇമാം ശബ്റാം മല്ലിസി റഹിമഹുല്ല അവിടെ നിഹായ വിശദീകരിച്ചു ആശിത്തുൻ നിഹായയിലൂടെ. അവിടെയാണിത് പറയുന്നത്. ആശിത്തുൻ നിഹായയുടെ 2-ാം വാള്യം ഇതിൻ്റെ 504, 505 പേജുകളിൽ നോക്കിയാൽ കാണും. കണ്ടോ, മാ ലോ തആറള അലൈഹി ഖിറാഅത്തുഹുമാ ഫഹൽ യുഖദ്ദിമു യാസീൻ ലിസിഹത്തി ഹദീസിഹാ അമിർ റഅദ്. കണ്ടോ, ഇപ്പൊ രണ്ട് സൂറത്തുകളും ഓതുന്നില്ല. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് ഇപ്പോൾ യാസീൻ ഓതണോ റഅദ് ഓതണോ? ഇപ്പം യാസീൻ ഓതുക എന്നുള്ളത് അതിൻ്റെ ഹദീസുകളൊക്കെ അത്രയും ശക്തവും ബലവുമായ രൂപത്തിൽ വന്നുകൊണ്ട് യാസീനാണോ അതല്ല റഅദാണോ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഹി നളറുൻ,
ഇതിലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പൊ എന്താണ് ചിന്തനീയമായ വിഷയം? വയംബഗി അൻ യുഖാല ബിമുറാഅത്തി ഹാലിൽ മുഹ്തളരി. ഇവിടെ അങ്ങനെയൊക്കെയാണെങ്കിലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ, കാലാവസ്ഥ നോക്കിയിട്ട്, അതും ഈ പറയുന്ന എൻ്റെ രോഗിയുടെ മരണമാസന്നമായി കിടക്കുന്ന ആളുകളുടെ ആ ഒരു ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ, അവരുടെ അവസ്ഥ നോക്കിയിട്ട് അതിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കാര്യമായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും നന്നാവുക. അതുകൊണ്ട് തന്നെ ഫഇൻകാന ഇൻദഹു ശുഊറുൻ വതദക്കുറുൻ ബിഅഹ്വാലിൽ ബഹ്തി ഖറഅ സൂറത്ത് യാസീൻ. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബഹ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ രോഗിക്ക് ആവശ്യകതയെങ്കിൽ അവിടെ നമ്മൾ സൂറത്ത് യാസീൻ ഓതി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ റൂഹ് പോകാൻ അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല. രോഗത്തിൽ കിടക്കുകയാണ്, അങ്ങനെ കൈവടിഞ്ഞ് അങ്ങനെയൊന്നുമില്ല, എന്നാലും മരണമാസന്നമാകുന്നതാണ്, എന്നാലും പ്രയാസങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എന്നാലോ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇനി കൂടുതൽ എനിക്കില്ല എന്നുള്ള ഒരു എൻ്റെ ചിന്തനീയമായൊരു വിഷയമൊക്കെ അയാൾക്ക് വരുമ്പം ആഖിറത്തെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താനായിരിക്കും വേണ്ടി. അപ്പൊ പിന്നെ സൂറത്ത് യാസീനാണ്. ഇനി വയില്ല, അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേജ് അങ്ങനെയൊന്നുമല്ല, ഒന്നും മുണ്ടുന്നേ ഇല്ല, കണ്ണിന്റെ പോള പോലും തുറക്കുന്നില്ല, അദ്ദേഹത്തിന് യാതൊരു മുണ്ടാട്ടില്ല, ഒരു ഒന്നുമില്ലാത്ത രൂപത്തിലാണ്. അപ്പൊ അങ്ങനത്തെ ആകുന്ന സമയത്ത് നോക്കി കുടുംബക്കാരിങ്ങനെ നോക്കി അങ്ങനെ ഉണ്ടാവില്ല, ആ രൂപത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഡോക്ടർമാരും കൈവടിഞ്ഞ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ ഇപ്പൊ ഖിയാമത്ത് മറ്റുള്ള അങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ, അദ്ദേഹത്തിന്റെ റൂഹ് പോകാൻ സഹായകരമാകുന്ന രൂപത്തിൽ എങ്ങനെയാണോ അതായിരിക്കും അവിടെ കൂടുതൽ വരിക. അതുകൊണ്ട് സൂറത്ത് റഅദ്, അപ്പൊ അവിടെ നമ്മൾ സൂറത്ത് റഅദ് ഓതി കൊടുക്കണം. ഇങ്ങനെ ആ ഒരു മരണമാസന്നമായി കിടക്കുന്ന ആ രോഗിയുടെ കാലാവസ്ഥ എങ്ങനെയാണോ, അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണോ, അദ്ദേഹത്തിന് എന്താണ് ആവശ്യകത എങ്ങനെയാണോ, അങ്ങനെ നോക്കിയിട്ട് ഓതിക്കൊടുക്കുകയായിരിക്കും നല്ലത് എന്നാണ് അവിടെ മഹാനായ ശബ്ര മല്ലിസി റഹിമഹുല്ലാ ഈ പറയുന്ന എൻ്റെ ആശത്തു നിഹായിലൊക്കെ പറഞ്ഞത്. അല്ലാതെ എപ്പോഴും നമുക്ക് സൂറത്തുൽ യാസീനാണല്ലോ അതിന് കൂടുതൽ വരിക, അതുകൊണ്ട് യാസീൻ ഓതട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുതലൊക്കെ നിരുപാധികം നിലക്ക് യാസീന് മുൻഗണന കൊടുക്കുക, അല്ലെങ്കിൽ അതിന് മുൻഗണന കൊടുക്കുക, അങ്ങനെ ഒരു മുൻഗണന അല്ല കൊടുത്തത്. അവസ്ഥ നോക്കിയിട്ടുള്ള ഒരു എൻ്റെ മുൻഗണനയാണ് കൊടുക്കുന്നത് കേട്ടോ.